ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വി കെ ബൈജു എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇതിന് മുന്നേ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാനുണ്ടായ അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്തോ ഒരു ആശുപത്രി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. കാരണം മനുഷ്യരെന്ന് പറയുന്ന വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു വ്യക്തിക്ക് വേണമെങ്കിലും തെറ്റുകൾ പറ്റാം. പക്ഷേ തെറ്റ് പറ്റി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എത്തുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വല്ലാത്തൊരു സങ്കടക്കെടുതിയിൽ എത്തുന്ന സമയത്ത് നമ്മൾ അപ്പോഴെങ്കിലും മനസ്സിലാക്കണം നമ്മൾ ചെയ്ത തെറ്റാണ് എന്താണ്. അതിൽ ചെറിയൊരു പശ്ചാത്താപ ബോധമെങ്കിലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റും. ഇപ്പം മേ ബി ഇദ്ദേഹം ആവാനുള്ള ചാൻസ് ഉണ്ട്, വിവരം ഉണ്ടെങ്കിൽ ആവട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തുടരട്ടെ. ഇപ്പം ആ ആശുപത്രി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പൈസ ചോദിക്കുന്നുണ്ട്. ആ പൈസ ഇതിന് മുന്നേ അദ്ദേഹം നിയമങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമക്കുരുക്കുകളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇന്ന് പൈസ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഗൂഗിൾ പേ നമ്പർ അടക്കം എല്ലായിടത്തും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ടുമായിട്ട് ടീച്ചറും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഒരു ഏത് മതത്തിൽ, മുസ്ലിം മതത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, നിരീശ്വരവാദിയാണ്. പക്ഷേ അവരുടെ ഭർത്താവ് എന്ന് പറയുന്നത് കൃത്യമായി മതത്തിലെ എല്ലാ കാര്യങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ഫോട്ടോയൊക്കെ ഉണ്ട്. ഇവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഇരിക്കുന്ന ഒരു ഫോട്ടോ, ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ടീച്ചറുടെ ഭർത്താവും കൃത്യമായിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എപ്പോഴും ഏതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലും മുസ്ലിങ്ങളെ അങ്ങേയറ്റം കുറ്റങ്ങൾ മാത്രം പറയുന്ന, ദൈവവിശ്വാസമുള്ള, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ എപ്പോഴും, മുസ്ലിം എന്ന് പറയുന്ന പദത്തിനോടൊപ്പം തന്നെ എപ്പോഴും ജിഹാദികളെന്നോ തീവ്രവാദികളെന്നോ അങ്ങനെ മറ്റ് അതപ്പതിച്ച് എത്രത്തോളം തരം താഴ്ത്തി പറയാൻ പറ്റും അത്രത്തോളം നികൃഷ്ടമാക്കി പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്, എപ്പോഴും അതിൻ്റെ കാര്യങ്ങൾ കാണുന്നതാണ്. ആ ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഈ ടീച്ചർ അതിൽ നിന്ന് മാറിക്കൊണ്ട് ആ ഒരു മതസമുദായത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ എപ്പോഴും തെറ്റെന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ എപ്പോഴും നിന്ദിച്ചുകൊണ്ട് മാത്രം പറയുന്നത് കൊണ്ടായിരിക്കും സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് പറയുന്നത്. അതും വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു ബിസിനസ്സിൻ്റെ തലം എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗം എന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ മതവിശ്വാസത്തിൽ കൃത്യമായിട്ട് പിന്തുടരുന്ന, അതിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്ന, അവരുടെ ഭർത്താവിൻ്റെ കൂടി ഇരിക്കാൻ, ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരിക്കാൻ തയ്യാറാവുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം സിനിമ കാണാൻ പോയപ്പം പോലും ഈ പറയുന്ന പർദ്ദയിട്ട് വന്നിരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് അതിനെയും വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ നോക്കുന്ന, ഈ പറയുന്ന ഹോട്ടലിൽ കയറിയിട്ട് അവിടെയും അതിൻ്റെയൊക്കെ പേരിൽ, മതത്തിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള മനസ്സുണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഇത്രയും വലിയ വയ്യാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥ ഇനി കള്ളമല്ല ശരിയാണെങ്കിൽ അവിടെ ഒരു മനസ്സിന് ചാഞ്ചല്യം ഉണ്ടായിട്ട് നല്ലതിലേക്ക് തിരിയുവാണെങ്കിൽ അത് നന്നായിരിക്കട്ടെ എന്ന് മാത്രം ചിന്തിക്കുന്നു. അതിലപ്പുറത്തേക്ക് എനിക്ക് പലപ്പോഴും തോന്നിയൊരു കാര്യം, അതിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പള്ളിയിൽ നിന്ന് വരുന്ന ഈ പറയുന്ന ബാങ്കിനെ പോലും അത്രയും തരം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഓരോന്നിൻ്റെയും ഹെഡ്ലൈൻ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എത്രത്തോളം ദൈവത്തിനെ നീചമായിട്ട്, മുസ്ലിം മതവിഭാഗത്തിലെ ദൈവത്തിനെ എത്രത്തോളം തരം താഴ്ത്തിക്കൊണ്ട് പറയാമോ അവിടുന്ന് പുറപ്പെടുന്ന ദൈവവിളികളെ പോലും തരം താഴ്ത്തിക്കൊണ്ട് മാത്രം പറഞ്ഞ വ്യക്തിക്ക് ആ വ്യക്തിയോടൊപ്പം എങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്നു എന്നുള്ളത് എൻ്റെ ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാവുന്ന കാര്യമാണ്, ഹിന്ദു മതത്തിലായാലും മതത്തിനോടുള്ള ഭ്രാന്ത് കൂടിയ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഒരു ചെറിയ പക്ഷമായിരിക്കും. മുസ്ലിം വിഭാഗത്തിലായാലും ഇതുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഒരു മതത്തിനെ മാത്രം കൂടുതലായിട്ട് സൂഹിപ്പിക്കാനിരിക്കുന്ന ഒരു വ്യക്തിയല്ല. സത്യം എന്താണോ അത് അതിനോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതീ പറയുന്ന കണക്ക് അതുകൊണ്ട് തന്നെ തുറന്ന് ഞാൻ പറയുകയും ചെയ്യും. ഈ പറയുന്ന ക്രിസ്ത്യൻസിലായാലും നമുക്കറിയാം ഭയങ്കരമായിട്ട് ഈ വിശ്വാസങ്ങളെ ഭയങ്കരമായിട്ട് വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് വലിയ തോതിലെന്നേ പറഞ്ഞില്ല, ചെറിയ തോതിൽ ഇവരെ മുതലെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആ മുതലെടുപ്പ് തന്നെയാണ് ഇവർ രണ്ടുപേരും ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം മുസ്ലിം മതത്തിൽ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ അതിൽ ജനിച്ച് വളർന്നിരുന്ന ഒരു വ്യക്തി അതിനെ നിന്ദിച്ച് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട മതതീവ്രത കൂടിയ ഈ പറയുന്ന മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാരെ ശത്രുക്കളായിട്ട് മാത്രം കാണുന്ന ഒരു വൃത്തികെട്ട ഒരാൾക്കാരുണ്ട് ആ ഹിന്ദു സമുദായത്തിൽ. നമുക്കറിയാവുന്നവരാണ്. ഇവിടെയും തിരിച്ചുണ്ട്, ഹിന്ദുക്കളെ ശത്രുക്കളായിട്ട് മാത്രം കാണുന്ന. ഇവിടെ ഈ രണ്ട് കൂട്ടരെയും തമ്മിലുള്ള മുതലെടുപ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആ മതസമുദായത്തിൽ ഉണ്ടായിരുന്ന വ്യക്തി അതിനെ തന്നെ തരം താഴ്ത്തി പറയുന്ന സമയത്ത് ഇവിടെ ഈ ഹിന്ദുക്കൾക്കങ്ങ് സുഖിക്കും. ആ സുഖിക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് തന്ത്രം എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ആയിട്ട് കാണുന്നുണ്ട്. നമുക്ക് കണ്ണൻ്റെ കളികൾ കാണാൻ പറ്റുന്നുണ്ട്, ജസ്നയുടെ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതായത് മറ്റൊരു മതസമുദായത്തിൽപ്പെട്ട വ്യക്തി ആ മതത്തിനെ തന്നെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മതത്തിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് കൂടുതൽ ഒരു ബലം കിട്ടും. കാരണം ഇവിടെ
എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും തിങ്ങി നിറഞ്ഞു കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും നല്ല ബുദ്ധിയുള്ള വിവരമുള്ള ആൾക്കാർ ചേർന്ന് ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചില കൂട്ടർ കൃത്യമായിട്ട് അവർക്കറിയാം എന്ത് തന്ത്രം പ്രയോഗിച്ചാലാണ് ഒരു കൂട്ടരെ നമ്മുടെ വരുതിയിൽ നിർത്താൻ കഴിയുന്നത്, അതിലൂടെ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, നമുക്ക് നമ്മുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഇവർക്ക് ഒരു കൂട്ടർക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കളികൾ മാത്രമാണ്. എല്ലാ മതസമുദായത്തിലും കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളും പോരായ്മകളും നല്ലതും എല്ലായിടത്തും ഉള്ള കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഏത് മതത്തിൽ വിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇന്ന് വെച്ചുകൊണ്ട് നമ്മൾ മാറിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ആ മതത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ തുടരെ നടന്ന് ഇങ്ങനെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുന്നത് വലിയ പുണ്യപ്രവർത്തിയായിട്ടൊന്നും കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. കാരണം ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരും തെറ്റുകൾ ചെയ്യുന്നുണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ട ആൾക്കാർ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ട ആളുകൾ, നമ്മൾ വാർത്തകൾ നോക്കി കഴിഞ്ഞാൽ ഈ മതത്തിൽ എല്ലാത്തിലും പെട്ട ആൾക്കാരും തെറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം തെറ്റുകൾ എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവിടെ പക്ഷെ മതം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മാത്രം ഉയർത്തിക്കൊണ്ടുവന്ന് കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് അതിനെ ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മതവിദ്വേഷം ഉണ്ടാക്കിയിട്ട് മതസൗഹാർദ്ദത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഒരു കൂട്ടരിൽ പെട്ടെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. കാരണം ഇവരൊരു പോസ്റ്റ് കണ്ട സമയത്ത് മാർക്കോ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഇറങ്ങിയിട്ടിരിക്കുന്ന പോസ്റ്റിനകത്ത് പോലും കൃത്യമായിട്ട് അച്ചായന്മാരെ അവർക്കിട്ടാണല്ലോ ഈ ഒരു പണി എന്നൊരു സംഭവം കൊടുത്തിരിക്കുകയാണ്. അവിടെ ക്രിസ്ത്യൻസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇതുവരെ ഒരാളും പറയാതിരുന്ന, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എല്ലാ പേരിലായാലും എന്തിലായാലും ഈ പറയുന്ന മതത്തിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ മാത്രം തോന്നുന്ന ഒരു മനസ്സെന്ന് മാത്രമേ എനിക്കതിൽ തോന്നുന്നുള്ളൂ. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു കല മാത്രമാണ്. ആ കലയെ അവിടെ കണ്ടിട്ട് അതങ്ങ് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു വിടണം. അതിലപ്പുറത്തേക്ക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ സിനിമയ്ക്കകത്ത് നസീറും സത്യനും ജയനും ഒക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സിനിമയ്ക്കകത്ത് ചിലപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന വ്യക്തി അബ്ദുള്ളയായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്ത് പിടിച്ചുപറിക്കാരനും കൊള്ളക്കാരനുമായിട്ടൊക്കെയാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആൾക്കാർ മൊത്തം പറഞ്ഞു ഈ വിഭാഗത്തിൽ പെട്ടതുകൊണ്ട് അയാൾ കള്ളക്കാരനായിട്ടും കൊള്ളക്കടത്തുകാരനുമായിട്ട് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഉമ്മർ വേണുവായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം ദുഷ്ട കഥാപാത്രമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പം ഈ പറയുന്ന ഹിന്ദുവിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ വേഷം. ഇല്ല, അവിടെ സിനിമയായിട്ട് കാണാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അതിലപ്പുറത്തേക്ക് മതത്തിൻ്റെ ഒരു ഭ്രാന്ത് കൂട്ടി ആൾക്കാരിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് തമ്മിലെടുപ്പിക്കാനുള്ള അത്രയും വൃത്തികെട്ട സ്വഭാവം അന്നത്തെ ജനതയ്ക്കില്ലായിരുന്നു. ഇത് കൃത്യമായിട്ട് മാർക്കോ എന്ന് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ പോലും ആ സിനിമയിൽ പോലും ആ ഒരു മതത്തിനെ മാത്രം മറ്റൊരു മതത്തിനെ കൂടെ തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നോക്കുവാണ് ആ സിനിമയിൽ പോലും. അത് കൃത്യമായിട്ട് അവിടെ നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്ത അതിലേക്ക് പോകും. അപ്പം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അതിനകത്ത് ചിലപ്പം കുത്തിക്കീറും. എന്നിട്ട് നമുക്ക് തോന്നും ശരിയാണല്ലോ, അത് അങ്ങനെ ഒരു സംഭവമില്ലേ. പിന്നെ അവിടെ നിന്ന് കമൻ്റ് അടിക്കോ, ശരിയാണ് ടീച്ചർ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാ എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഇത് തന്നെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് മതത്തിനെ വെച്ച് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ ഒരു കൂട്ടരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ സമൂഹത്തിലെ, ഈ നാട്ടിലെ ഇന്ത്യയെ തമ്മിലടുപ്പിക്കുന്നത്, ഇന്ത്യയിലെ ജനവിഭാഗത്തെ തമ്മിലടിപ്പിക്കുന്നത് മതസൗഹാർദ്ദത്തിലപ്പുറത്തേക്ക് മതങ്ങളെ തമ്മിൽ വെറി കൂട്ടിച്ച് അടിയുണ്ടാക്കിപ്പിച്ച് 2 ഘട്ടത്തിൽ അല്ലെങ്കിൽ 3 ഘട്ടത്തിലൊക്കെ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചില മനുഷ്യരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ സഹായങ്ങൾ ചോദിക്കുന്ന സമയത്ത് പോലും ഞാൻ അതിൻ്റെ അടിയിൽ കണ്ടത് ബൈജു എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അവർ ചെയ്തിരിക്കും. അപ്പം പോലും മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് എനിക്കിത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യമില്ല, പക്ഷേ ഇങ്ങനൊരു അവസ്ഥയായതുകൊണ്ട് ഞാൻ പൈസ തന്നേക്കാം എന്ന് പറയുന്ന ആൾക്കാരെ ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഹിന്ദു മതത്തിൽ ജനിച്ചു എന്ന് വെച്ച് അവർ ഈ പറയുന്ന മുസ്ലിം മതവിഭാഗത്തിൽ ജനിച്ചു എന്ന് വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യർ തന്നെയാണ്. എല്ലാവരും അക്രമകാരികളോ തീവ്രവാദികളോ ഒന്നും ആവുന്നില്ല. ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാരും തീവ്രവാദികളാവുന്നുണ്ട്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തീവ്രവാദികളാകുന്നുണ്ട്. അത് 1% അല്ലെങ്കിൽ അതിൽ കുറച്ച് ഭാഗമായിരിക്കും. ബാക്കി ഇത്രയും നല്ലവരായിട്ടുള്ള ജനങ്ങളുണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമുക്ക് എന്തെങ്കിലും ഒരു വൈകായിക വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സഹായങ്ങൾ തേടേണ്ടി വരും എന്നുള്ളൊരു ചെറിയ ബോധമെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. എല്ലാവരെയും അടിച്ച് ചേരിതിരിഞ്ഞ് ഇങ്ങനെ എപ്പോഴും ആ ഒരു വിഭാഗത്തെ മാത്രം, ഏതൊരു നിങ്ങളുടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അത് മാത്രമാണ് കാണുന്നത്. അത് തെറ്റായിട്ടുള്ള സന്ദേശം മാത്രമാണ്. അതൊരിക്കലും നിങ്ങളുടെ മതത്തിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്നത്, അതായത് ഹിന്ദു മതത്തിനെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. ഹിന്ദുമതം ഒരിക്കലും പറയുന്നില്ല മറ്റൊരു മതത്തിനെയും ഈ പറയുന്ന ഉയർത്തി കെട്ടാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ ആ മതത്തിൽ ദൈവങ്ങളില്ലെന്നോ, ആ ദൈവത്തിനെ ആരാധിക്കാൻ പാടില്ലെന്നോ ഒന്നും ഹിന്ദുമതം പറഞ്ഞില്ല. നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ കുറച്ചധികം ആൾക്കാരാണ് ഇവിടെ പറയുന്നത് ഇത് ഹിന്ദു രാഷ്ട്രം മാത്രമാണ്, ഇവിടെ ഹിന്ദുക്കൾ മാത്രമാണ്
മാത്രമാണ്, ഹിന്ദുക്കളുടെ ദൈവം മാത്രമാണ് വലുത്, ഇനി മറ്റേ ആൾക്കാർ അവരിലും ഇതേ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടരുണ്ട്, അവർ വന്ന് ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മതസമുദായത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം ചിലപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും അണിയണിയായിട്ട് ഓരോന്നിൻ്റെ പിന്നാലെ കൂടിയിട്ട് തമ്മിലടുപ്പിച്ച് ഈ ലോകം ഇല്ലാതാക്കും. ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ഇത്രയും വൃത്തികെട്ട ആൾക്കാരെ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും നാൾ തെറ്റ് പറ്റാത്ത മനുഷ്യരില്ല. തെറ്റ് പറ്റിയാൽ നമുക്ക് ഏതെങ്കിലും ഒരു അപകടാവസ്ഥയിൽ എത്തുന്ന സമയത്തെങ്കിലും ചെയ്ത തെറ്റുകൾ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ദൈവം, അത് ഏത് ദൈവമായാലും പൊറുക്കുമെന്നാണ്. ഇനിയെങ്കിലും നല്ല വഴിക്ക് പോകട്ടെ, അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന കാര്യം സത്യമാണെങ്കിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും ഈ പറയുന്ന നമുക്കൊരു മതത്തിനോട് എന്തെങ്കിലും ദേഷ്യം തോന്നുന്നു, എന്തെങ്കിലും കാര്യം തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മുതലെടുക്കാൻ മാത്രം, മതങ്ങളെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ മാത്രം ശ്രമിക്കരുത്. ആൾക്കാരെ മതത്തിലേക്ക്, പല മതങ്ങളിലേക്ക് ഈ പറയുന്ന വേർതിരിപ്പിച്ച് കൊണ്ടുപോയിട്ട് തമ്മിലടുപ്പിക്കാൻ മാത്രം ശ്രമിക്കരുത്. അതെന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പാവമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ മതസൗഹാർദ്ദമാണ് പുലരേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ലോക നന്മയിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് കൊണ്ടാണ് പലരുടെയും മക്കളെ പോലും നേരെ നോക്കാത്തതുകൊണ്ട് 14 വയസ്സുള്ള കൊച്ചുങ്ങൾ പോലും കഞ്ചാവും മയക്കുമരുന്ന് മേടിച്ച് ഓരോ ആൾക്കാരെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് സ്വന്തം മക്കളെ നോക്കാതെ ഇതുപോലെ ചിന്തകളിലേക്ക് മാത്രം പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ ഫലം തന്നെയാണ്. എല്ലാവർക്കും തിരക്കാണ്, മറ്റു കാര്യങ്ങളിലേക്ക് സംസാരിക്കാനും പറയാനും ഒക്കെ തിരക്കാണ്. ആ സമയത്ത് നല്ലതിന് വേണ്ടി ചിന്തിക്കുക, നല്ലതിന് വേണ്ടി പറയുക, തമ്മിലടുപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ വിശ്വാസങ്ങളെ നിങ്ങൾ പിന്തുടരുക. അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുനടക്കുക. അതിലപ്പുറത്തേക്ക് വലിച്ചു കീറാൻ ശ്രമിക്കാതിരിക്കുക.